ഹായ് ഗൈസ്, വെൽക്കം ടു ലെറ്റ്സ് പ്ലേ ഗെയിം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഈവിൾ മാൻ. ഗെയിം പ്ലേ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. Thank you so much guys. Subscribe to my channel 131. If you like gameplay, subscribe to my channel more. ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്, എൻ്റെ ചാനൽ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പോപ്പി പ്ലേ 10 ചാപ്റ്റർ 2 ഗെയിമിംഗ് ലാപ്ടോപ്പ് കളിച്ച് അപ്ലോഡ് ചെയ്യും ഗൈസ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് കിട്ടുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ഹൊറർ ഗെയിംസ് കളിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ കളിച്ച് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും ഗൈസ്. അതൊക്കെ കണ്ടിട്ട് ഗൈസ് നിങ്ങൾ എൻ്റെ ചാനൽ ഗെയിം പ്ലേ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, പേര് കൊടുക്കാം ഗൈസ്. ഞാൻ പേര് കൊടുക്കാൻ പോകുന്നത് ALLI, അങ്ങനെ പേര് കൊടുക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. സെറ്റിങ്സിനടുത്ത് സൗണ്ട് ഒന്ന് കൂട്ടിട്ട് ഗൈസ് ഒന്ന് ഇങ്ങനെ കൂട്ടുന്ന ഗെയിം കളിക്കുമ്പോൾ കൂട്ടാൻ പറ്റും തോന്നുന്നു. ഈസി എടുത്ത് കളിക്കുന്ന ഇൻട്രോയിലുണ്ടാവും. സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും. പേരൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. ഫോർ ദ ടൈം യു ടേക്ക് ടു എസ്കേപ്പ് ഫ്രം വിൽ ബി സെൻഡ്. ആ സമയമൊന്നും കാണിക്കണ്ട. ഹൈ ക്വാളിറ്റിയിലാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇൻട്രൊഡക്ഷൻ ഗൈസ്. അണ്ണൻ്റെ കാർഡിലേക്ക് ഇങ്ങ് പോകണം ഇടുന്നുണ്ട്. നന്ന് ആ തടിച്ചിട്ടുണ്ടെന്ന് ഈവിളുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈവിളുടെ സ്കൂളിൽ. ഇതിന് തുറന്ന് തള്ളച്ചത് കണ്ടല്ലോ ഇവിടെ നിൽക്കുന്ന ചുട്ടി വെച്ച് നിൽക്കാനിട്ട് തളം പിടിച്ച് മുട്ടിക്കാൻ. ഇത് സംഭവം തളിച്ചില്ല. Day 1. Writing on the board. Name. ALLI. I think I should look around before walking forward. Okay, നോക്കാം. Great, by touching the right side. Now I am to. This is AC. I can. ശബ്ദത്തിലേക്ക് തളച്ച് കിട്ടുന്നില്ല, കിട്ടിക്ക് വരും. ദൈവം, മനുഷ്യനെ പേടിയാവുന്നു ശബ്ദം ഉണ്ടെങ്കിൽ. എന്തൊരു ഫോട്ടോ താഴെട്ടു ഗൈസ്. തള്ളച്ച് കിടന്ന് I have to leave this school. തള്ളച്ച് ചുട്ടി വെച്ച് തളക്കെട്ടിരിക്കുന്ന പ്രതീക്ഷിച്ചോണ്ട് അല്ലല്ലോ ഇവൻ ഇങ്ങോട്ടേക്ക് വന്ന. അയ്യോ, ഈ തള്ളച്ചക്ക് എന്തിട്ട് കിട്ടുന്നില്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കാൻ. എനിക്ക് പറയുന്നതൊക്കെ ഓടാൻ പറ്റില്ല പേടിച്ചിട്ട്. തള്ളച്ചി അത് സെയിം ചെയ്യാൻ പറ്റില്ല. തള്ളച്ച് ചുട്ടി വെച്ച് തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന പഠിപ്പിക്കാൻ. ഞാൻ പറ്റ്
എസ്കേപ്പ് നടത്തുമ്പോൾ ഗൈസ് താഴേക്ക് പോയി വേറൊരു സ്കെപ്പ് എടുത്താൽ പറ്റും. മുതല വെച്ചൊരു സ്കെപ്പ് നടത്താൻ പറ്റും ഗൈസ്. എന്നാൽ ചെയ്യാൻ പോകും. ഓ ഗൈസ് നന്ദ ശബ്ദം എന്തെങ്കിലും ഇതറിയാൻ താഴ്ന്ന ഗൈസ്. മ്യൂസിക്കും സൗണ്ട് എഫക്ട്സിനൊക്കെ കൂട്ടിച്ചിട്ട് ഗൈസ്. ഫോള് ശബ്ദം കൂട്ടിക്കുക ഗൈസ്. ചെവണ ഇടയ്ക്ക് വരുള്ളൂ, എപ്പോഴൊന്നും വരില്ല. ഞാൻ ഫുള്ള് കൂട്ടി വെച്ച് കേൾക്കുന്നത്. ഫുള്ള് കൂട്ടിക്കണം. നല്ല തളച്ചപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. തളച്ച് പ്രദർശിക്കുന്ന സമയത്തൊക്കെ വരും ഗൈസ്. ഇത് തളച്ച് ചിത്രപ്പെട്ട അടിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഡേ 2 5 ഡേ ഉണ്ടല്ലോ. അന്വേഷിക്കാൻ പറ്റും. തളച്ച് പ്രതീക്ഷിക്കുന്ന സമയത്ത് വന്ന വെറും എനിക്കറിയാണ്ട് ഗൈസ്. അടിക്കുന്ന എനിക്കറിയില്ലായിരുന്നു. ഓട്ട് ബ്ലഡ് വളച്ചു കൊണ്ട് ബ്ലഡ് എടുക്കുന്നു. എനിമീസ് എപ്പോഴും ഭയങ്കര ക്ഷമിക്കും ഗൈസ്. കറണ്ട് അതുമ്മ എടുത്തിപ്പിക്കട്ടെ. കോബറിൻ്റെ അവിടെ കിടക്കട്ടെ. ശല്യ തള്ള തളച്ച് ശല്യമായിട്ട് വന്നിരിക്കുന്നത്. ഫ്രഷ് എടുത്ത് തളച്ച് സമ്മതിക്കുന്നത്. ശല്യമായിട്ട് വന്ന തളച്ച് ഇന്നലെ കിട്ടിക്ക് വന്ന നേറി തളച്ച് തുടങ്ങിയിട്ട് അടയ്ക്കാൻ മറന്നുപോയി. എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല ഗൈസ്. തളച്ച് വീട്ടിലേക്ക് നടക്കുന്നു ഗൈസ്. ഇത് കഷ്ടം. നേരെ തളച്ചിട്ട് പിന്നാണ് വന്നിട്ടിരിക്കുന്നത്. ഇങ്ങനെ പിന്നാണ് വന്നിട്ടുണ്ട്. എനിക്ക് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്? നേരെ തള്ള തുടങ്ങിയിട്ട് അങ്ങനെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ഓക്കെ മറ്റേ നന്ദനെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ സമയം ഞാൻ വിളിക്കും. സ്മോൾ കേക്ക് കിട്ടി. എൻ്റെ എടുത്തിപ്പിക്കട്ടെ. ശല്യം. അന്ന് അന്ന് വണ്ടിയിട്ട് വന്നുകൊണ്ട് തളച്ചി നല്ല കേസ്. താഴേക്ക് പോയിട്ടുണ്ട് തള്ള. ശല്യം തള്ള. ഇപ്പോൾ കളി തളച്ച് ശല്യമായിട്ട് വരുള്ളൂ. മാത്രമേ അറിയുള്ളൂ. അതിന് മാത്രമേ അറിയുള്ളൂ. വേറൊന്നും അറിയില്ല. കേസോട്ട് കേട്ട് ദേഷ്യം വരും കേസ്. ദേഷ്യം പിടിക്കാണ്ട് ഓർമ്മ കണ്ടും കാണിക്കും. ഓക്കെ കോയിൻ കിട്ടി. ഞാൻ എസ്കേപ്പ് നടത്തും കേസ്. തളച്ച് എന്ത് വേഷം കൊണ്ട് കാണിച്ചാലും എനിക്ക് ഒന്നുമില്ല. അയാൾ നഷ്ടമുണ്ട്. തള്ളയുടെ ആഗ്രഹം നടക്കത്തില്ല. ആ തള്ളയുടെ കൈ കൊണ്ട് മരിക്കില്ല തള്ളേ. എനിക്ക് പേടി. എവിടെ എന്തൊക്കെ ശ്രദ്ധ കിട്ടും ഈ തളച്ച് കിട്ടിയെന്നുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. തള്ള ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര തള്ള മറ്റേ നന്ന് അത്ര ശല്യമില്ല. അത് കാണുമ്പോൾ ഒച്ചുണ്ടാക്കുള്ളൂ. നന്ന് വെറുത്തിപ്പിക്കും. ഇങ്ങനെ കൊള്ളമല്ല. ഈ തളച്ച് കച്ചിട്ടിങ്ങനെ വരും കൊള്ളാനായിട്ട്. ദേഷ്യമുണ്ടുണ്ട്. ഉള്ളിൽ ചങ്കത്തണ്ണല്ലോ ഉള്ളേ. പിന്നെ കൊള്ളാൻ പറ്റില്ല. ഞാൻ ഈ വഴി ഇഷ്ടപ്പെട്ട് നടത്തും. അയ്യോ ചാവന്നത് ചക്ക തീർന്നൊന്നും ഒന്നും പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോറിൻ്റെ ലോക്ക് കളയട്ടെ. ഡോറിൻ്റെ ലോക്ക് കളഞ്ഞ പിന്നെ സേഫായിട്ട് പോവാണ്. ചീ തളച്ച് വരും. എനിക്ക് തോന്നി എന്താ മറിയത്തേക്ക് വേറെ പോയാൽ മതി. ഈ തളച്ച് ലാസ്റ്റ് ഡേ 5 ഡേ ഇല്ല ഗൈസ്. തളച്ചിന് എത്ര തവണ അടിച്ച് ഗൈസ്? 3 തവണ അടിച്ചെന്ന് തോന്നുന്നു. അയ്യോ 5 ഡേ ഉള്ള ഗൈസ്. എത്ര തളച്ചിട്ട് തലക്കിട്ടടിച്ചിട്ട് എനിക്ക് 3 തവണ അടിച്ചിട്ട് ഓർമ്മ കിട്ടുന്നത്. ലാസ്റ്റ് ഡേ ആണ്. ദൈവമേ ഞാൻ പെട്ടിരിക്കുള്ളൂ. ഈ തളച്ചുകൂടി നേറി ഇപ്പം സീസപ്പത്ത് വന്നോണ്ടിരിക്കുന്നത്.
സമാധാനം കേട്ടോ. ലാസ്റ്റ് ഡേ ഒക്കെ തളച്ചിട്ട് സമാധാനം കിട്ടിയോ എന്നെ ദേവി തളിച്ച് എവിടെ നിന്നെല്ലാം കണ്ട് എനിക്ക് അറിയത്തില്ല. തളിച്ച് എന്തൊരു ശല്യ. എനിമീസ് ഉണ്ടെങ്കിൽ ശല്യമായിട്ട് വരുള്ളൂ ഗൈസ്. ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ രക്ഷപ്പെടും ഗൈസ്. ഗെയിം കളിച്ചിട്ടാണ് കുറേ മണിക്കൂറായില്ല. അതിന് മുമ്പ് തളിച്ച് ലാസ്റ്റ് ഡേ ആക്കി വെച്ചിരിക്കുന്നു ദേഷ്യോടിപ്പിക്കാൻ. ദേഷ്യോടിപ്പിക്കാൻ വേണ്ടി തളച്ച് ഫോണൊക്കെ ഒന്ന് കാണിക്കും. നാളാണോ സ്റ്റോപ്പ് ചെയ്യണത്? സ്റ്റോപ്പ് കോക്സ് ഓഫ് ചെയ്യണം. അത് ഓഫ് ചെയ്തുണ്ടല്ലോ ഗൈസ്, വെള്ളം മറന്ന് നിൽക്കും. ആ വഴി പോകാൻ പറ്റും. എനിക്ക് പേടിയാവുന്ന തള വരുന്നത് പ്രദർശനം പോവാ ഗൈസ്. ഷിട്ടുകളെ തലച്ചിടത്ത് കാണിക്കണേ ലോക്ക് ഇത് കിടണേ ഓടിപ്പിക്കണ. ഓ തള്ള വരും, എനിക്ക് പേടിയാവണേ. ഞാൻ പോവും ഇവിടുന്ന്. തള്ള വാ തള്ളിക്കുട്ടിക്ക്. തള്ളിക്കുട്ടിക്ക് വരാത്ത ആവശ്യം തളച്ചിടില്ല. അല്ലാതെ കിട്ടിയതിനോട് നല്ല വിടുന്ന തള്ളയ്ക്ക്. തള്ളച്ചി എനിക്ക് പേടിയാവുന്നു. ഈ തള്ളത്തിക്കുട്ടിക്ക് വരാത്ത തള്ള ചാത്തസേന നടത്തിക്കൊണ്ടിരിക്കും. അങ്ങോട്ടേക്ക് വരാത്ത. ഓ തളച്ചിക്ക് എത്ര ഐസ് തേന്ന് പേടിയാവുന്നു. കൊടുത്ത് വിട്ടില്ല ഇതല്ല തുടങ്ങിയിട്ട്. ആ റൂം തുടക്കം ആ കഥ പേടിച്ച് കൊണ്ടുവന്നിട്ട് കളിച്ചിപ്പോ ലാസ്റ്റ് തളച്ച് പേടിപ്പിച്ച് കൊണ്ടുവന്നെടുക്കും മനസ്സിലായി. ചുട്ടേച്ച് അടിച്ചിട്ട് ഓർമ്മ ലാസ്റ്റ് എനിക്ക് ഗൈസ് ഇങ്ങനെ അടിച്ച് തളച്ച് അതിന് ശവപ്പെട്ടിട്ടുള്ളിൽ ഇടും ദേഷ്യം ഓടിക്കാൻ. ഓ നല്ല ചല്ലിട്ടുണ്ട് തള്ള. നേരെ തളിച്ച് തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും പിന്നാലെ വന്നിട്ട് മനസ്സ് പേടിച്ചാവും. എന്താ ശല്യം തളിച്ച് വന്നോണ്ടിരിക്കുന്ന ദേഷ്യം പഠിപ്പിക്കാനായിട്ട്. അവരുടെ മാത്രം അറിയാം. അയ്യോ ഓ തള്ള പിടിന്ന് പറഞ്ഞു. ഒന്ന് പോ തള്ള ഇവിടത്. കുറേ നേരം ഈ തള്ള തുടങ്ങിയിട്ട് പുറകെ തന്ന് വന്നോണ്ടിരിക്കുന്ന ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. നല്ല ശല്യത്തല്ല ശല്യായിട്ട് ഇങ്ങനെ പുറത്തുവന്നിരിക്കുന്ന പിന്നാണ് വന്നോണ്ടിരിക്കുന്ന തള്ള ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ഞാൻ കിട്ടി ഹോക്ക് കിട്ടി ഗൈസ്. ഈ നാൻ്റെ ലോക്കുകൾ ലോക്കല്ല ഗൈസ്, സോറി നാളെ ഓഫ് ചെയ്തിട്ടു. തളച്ചിക്ക് ചുട്ടി വെച്ച് ഇങ്ങനെ കണക്കിലടിക്കാൻ പറ്റുന്നത് കിടത്തണ്ട തന്നെ നടക്കില്ല തന്നെ ഓർത്ത് വെച്ച് തന്നെ. ഇനിയും മൂന്നൊന്നും കൂടെ ഓഫ് ചെയ്യും. ഭയങ്കര പേടി
ചെന്ന് സമ്മതിക്കുന്നില്ല. സണ്ണായിട്ട് തള്ള വന്നോണ്ടിരിക്കുന്ന തള്ളയുടെ വെടുത്ത് വിട്ട് തള്ള എപ്പോഴത്തേടി തള്ള പുറകെ വന്നിട്ടിരിക്കുന്നത്. അതെന്താ ചെയ്യണം പുറകെ വന്നിട്ടിരിക്കുന്നത്. അത് ചിന്തന ഇങ്ങോട്ടേക്ക് വന്നില്ല ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. തള്ള ഇങ്ങോട്ടേക്ക് വരാറുണ്ടോ തള്ളേ? സമ്മതിക്കൂ ദേവി. അത് ഇങ്ങോട്ടേക്ക് വരാതെ ഇന്നോടെ തള്ളയ്ക്ക് അവിടെ തന്നെ ഫ്രഷാണ് കേട്ടോ തള്ളച്ചി. ദേവി അത് പിന്നാലെ വരാതിരിക്കേ. തള്ള പോയി. ഈ തള്ള ഇവിടെ എടുത്തിരിക്കും. തള്ളച്ചി ചുട്ടി കഴിച്ച് തലമുണ്ടടിച്ച് പൊട്ടിക്കും. ഞാനിവിടെ നിൽക്കുന്നുണ്ട് തലമുണ്ടടിച്ച് പൊട്ടിക്കണം. പ്രകൃതി എടുത്തിരിക്കാം. ഇവിടെ ഈ തള്ള പോവാത്ത ദേഷ്യം പിടിപ്പിക്കാൻ. ഇങ്ങനെ ഈ തള്ള തുടങ്ങിയിട്ട് ചേപ്പിക്ക് തള്ള സമ്മതിക്കുന്നില്ല. ദേഷ്യപ്പെടുത്തു. തള്ള അവിടെ തന്നെ നിപ്പ പാടി തള്ളയുടെ. തള്ളക്കറിയാം ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന്. ഇതല്ലേ തള്ള അവിടെ നിൽക്കണേ. ഷോഫ് അടിക്കാൻ നടക്കുന്നു തള്ളച്ച്. തള്ളച്ച് പോയി. ദേഷ്യം എടുപ്പിച്ച് തള്ളച്ച് പോയി. തള്ള പോയില്ല. ദൈവമേ ഇതല്ല പ്രകൃതി എടുത്തിരിക്കും. പോകത്തില്ല. ശല്യം. ഈ ശല്യത്തിൻ്റെ ശല്യത്ത് വന്നിരുന്ന എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്താ ശല്യത്ത് വന്നോണ്ടിരിക്കുന്ന ദേഷ്യം വിടുന്നിരിക്കുന്നത്. തള്ള എന്തൊരു ശല്യ. എന്തൊക്കെ സ്പീഡിൽ തളച്ച് വിടുന്ന ദേഷ്യം വിടുകയായിട്ട്. തള്ളച്ച് ഞാൻ ചെയ്യും തള്ളേ. എനിക്ക് ആ വഴി പോകാൻ പറ്റും ഗൈസ്. തള്ള തുടങ്ങിയിട്ട് മറ്റു വഴി പോണ ഈ തള്ളിങ്ങനെ വന്നിട്ട് മറ്റു വഴി പോകാൻ പറ്റുന്നില്ല. തള്ളച്ചി വേസ്റ്റ് കിട്ട തള്ളച്ചി ഭയങ്കര വേസ്റ്റ് കിട്ട കിടന്ന് കാണിച്ചോണ്ടിരിക്കണം തള്ളച്ചി. ഒന്ന് പോട്ടും ദൈവം. ഈ തള്ളത്തിട്ട് പച്ച പേടിപ്പിക്കണേ. ഈ തള്ളി കുറക്കുള്ളൂ. ഞാൻ ഇവിടെ ഇട്ടിരിക്കണം. ഞാൻ വെച്ച് വെള്ളം ഒഴിക്കുന്ന സ്ഥലത്തല്ലേ അതിൻ്റെ അടി കൊണ്ട് നയിട്ടെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ട് എന്തെങ്കിലും ശബ്ദം കണ്ടാ തളച്ചി ഈ പെണ്ണാണ് കിട്ടുന്നുള്ളത് ദേഷ്യം കിട്ടുന്നു. തളച്ചിട്ടത് ചെകുത്താനുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ കൊള്ളതാണ് തളച്ച് ദേഷ്യം മുപ്പിങ്ങായിട്ട്. ഈ വയലിൽ സ്കിപ്പ് നടത്താൻ പോണം ഗൈസ്. ഇതൊക്കെ തുറന്നിട്ട് ഫോർ സേഫ്റ്റി. പക്ഷെ എന്തെങ്കിലും ശ്രദ്ധക്കെട്ട് തളച്ച് ഈണ്ടുണ്ടെന്ന് കിട്ടുന്നത് ഒരു തള്ള ശല്യം. തള്ള ഭയങ്കര ശല്യ. പിന്നെ തളച്ചിന്റെ കാര്യം ഒന്ന് പറയാതിരിക്കുന്ന ഭേദം. ഭയങ്കര ശല്യമായിട്ടാ തളച്ച് വന്നോണ്ടിരിക്കണ. എന്തൊരു ശല്യമായിട്ടുള്ള മൊയ്ത്ത ശല്യമായിട്ട് വന്നോണ്ടിരിക്കണ തളച്ച്. ഫിഷ് എടുക്കണം ഗൈസ്. ഞാൻ ഫിഷ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഫിഷ് എടുത്ത മ്യൂസിക് വരും. തള്ളച്ചീ ഇപ്പം ശബ്ദം കണ്ട തള്ളച്ച് കിട്ടുന്നുള്ള ഒരു എനിക്കൊന്നും രക്ഷമുള്ള ഗൈസ്. തള്ളച്ച് ദേഷ്യം വേണ്ടി കിട്ടുന്നു. അയ്യോ
ഗൈസ്. ഞാൻ ഈ സ്ഥലത്തന്നെ പോവാ, എനിക്ക് പേടിയാവുന്നു. തളച്ച് ഭയങ്കര ശല്യം വന്നു ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. തല്ല ഇവിടുന്ന് സങ്കടം പിടിച്ച് തല്ല. അയ്യോ ഈ ശല്യമായിട്ട് തളച്ച് വന്നോണ്ടിരിക്കുന്നേ. ലാസ്റ്റ് ഡേ ആണ് എനിക്ക് ഇത്ര പേടിക്കുന്നുണ്ട് ഗൈസ്. ലാസ്റ്റ് ഡേ ഉണ്ട് ഇത്ര പേടി വരുന്ന മനുഷ്യന്. ഒരു ചുട്ടി വെച്ച് അടി കിട്ടി പിന്നെ ചത്തെടുക്കും. പിന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. കള്ളച്ചിട്ട് ശവപ്പെട്ടിട്ടുള്ള മണ്ണിട്ട് കൊച്ചിടും. ശ്രമിക്കാണ്ട് എന്തെടുക്കണ്ടേ ഈ തള്ള. ഈ തള്ളക്ക് എത്ര കണ്ണിന് ഭയങ്കര കാഴ്ചത്തെയുള്ള ശ്രമിക്കാണ്ട്. നാളെ എന്ത് ആ ഫിഷ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേ. ഫിഷ് എടുക്കുന്ന മുതലൊക്കെ വന്നിട്ടുണ്ടോ? തള്ള എവിടെ നിന്ന് വരുന്നത് എനിക്ക് അറിയത്തില്ല. തള്ള ഭയങ്കര ശല്യാണ് ഗൈസ്. ഭയങ്കര ശല്യം വന്നുകൊണ്ടിരിക്കുന്നത്. തള്ള മനസ്സിനെ പേടിപ്പിച്ച മനസ്സിനെ ഒന്ന് ചെയ്യിപ്പിക്കുക. തള്ള സംഭവിക്കുന്നത് അത്രക്കിട്ട് മനസ്സിനെ പേടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഫിഷിങ് ഇങ്ങനെ എടുക്കാൻ ഗൈസ്. തള്ള ഭയങ്കര ശല്യമായിട്ടുണ്ട്. തള്ള മൈൻഡ് ചെയ്യുന്നുണ്ട്. തള്ള ആറ് മൈൻഡ് ചെയ്യും. തള്ള ആറ് മൈൻഡ് ചെയ്യില്ല. ശല്യമായിട്ട് വന്നോണ്ടിരിക്കുന്നത് ഫിഷ് കിട്ടി. സിംഗിങ് ഫിഷ്. തള്ള ഞാൻ ഏത് വഴി പോയി തളച്ച് വരും. ദേഷ്യം കേട്ട് പ്ലീസ് ഗോ ഡോണ്ട് കം ഹിയർ സ്റ്റോപ്പ്. ദേഷ്യം വേണമെന്ന് എനിക്ക്. തളച്ച് പോയോ? തളച്ച് വന്നല്ല ഇങ്ങോട്ട് സ്റ്റോപ്പെടുന്ന് ചോദിച്ചപ്പോ. തളച്ച് 2 മണ്ണോട് തോന്നുന്നു ഗൈസ്. ഇല്ല തളച്ച് പോയി. നന്നെ തള്ള പോയത്. സ്റ്റൂപ്പിഡ് വിളിക്കുമ്പോൾ തളച്ച് പോവും. സ്റ്റൂപ്പിഡ് വിളിക്കുമ്പോൾ തളച്ച് പോവും. തായി പോട്ടെ. ശല്യം തളച്ച് ദേഷ്യം പിടിച്ച് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഭയങ്കര ശല്യമായിട്ടല്ല വന്നോണ്ടെന്ന്. എന്തെങ്കിലും ശബ്ദം കണ്ട ആ തളച്ച് കിട്ടുന്നുണ്ടോ? ശല്യമായിട്ട് മാത്രം വേറെ അറിയില്ല. തളച്ച് വേറെ ഒന്നും അറിയില്ല. വേറെ ഒന്നും ഇവിടെ വേറെ വഴിയുണ്ട് ഗൈസ്. അവിടെ പോകുന്നില്ല. ഗൈസ് ഈ വെള്ളം കളയണം ഗൈസ്. എന്നാൽ മാത്രമേ എനിക്ക് ആളുടെ ഇടയിൽ പോയി ഈ സാധനം വെക്കാൻ പറ്റും. മറ്റേ സാധനം കണ്ടുപിടിക്കണം. ഒരു സ്വിച്ച് കണ്ടുപിടിക്കണം. ആ സ്വിച്ച് അവിടെ കൊണ്ട് വെക്കണം. എന്നാലും മാത്രം എന്താണ് വെള്ളം പോകില്ല. എവിടെ കൊണ്ട് തളിച്ചത് കൊണ്ട് വെച്ചിരിക്കുന്ന ആ സ്വിച്ച് ദേഷ്യം പിടിപ്പിക്കാൻ. ഗൈസ് ഈ തള്ള എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് കാണുന്നില്ല. പക്ഷെ ദേഷ്യം പിടിപ്പിക്കണ്ട ഏതെങ്കിലും സ്ഥലത്ത് പോയി. തള്ള
ഗൈസ്. പക്ഷെ എവിടെ കൊണ്ടത് വെച്ചിരിക്കുന്നത്? ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ നേരെ അത് കാണാതിരിക്കുന്നത്. എത്ര തവണ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നില്ല അത്. ഗൈസ്, തടച്ചത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ദേഷ്യടുപ്പിക്ക് തള്ള എവിടെയെങ്കിലും കൊണ്ട് വെക്കും. അറിയാത്ത സ്ഥലത്തൊക്കെ ദേഷ്യടുപ്പിക്കും. ആ കിട്ടി. ഓ, തള്ളച്ച് വേറൊന്ന് ശല്യ തള്ള. എനിക്ക് പേടിയാണ് ഗൈസ്. ഗൈസ് നിക്കടാ. തള്ളച്ചി തള്ളച്ച് ശല്യമായിട്ട് വന്നത് എനിക്ക് ഒന്നുമല്ല. തള്ളക്കിനെ പുള്ളി വെള്ളം തരും തള്ള. റോഡിനെ കണ്ട് പേടിക്കട്ടെ ഈ തള്ളച്ചിന. അയ്യോ, ഈ തള്ളച്ചി എടുത്ത് വന്നിരിക്കട്ടെ. മനുഷ്യന് പോവാൻ പറ്റത്തില്ല. തള്ളച്ചിക്ക് എന്ത് കരുതിയാ ആ ഡയറി തള്ള തിന്നൊന്നെന്തില്ല. ഞാൻ കോബർ എവിടെ ഇട്ടും ഗൈസ്. ഞാൻ ഇവിടെ ഇട്ടു. ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല ഗൈസ്. ഈ തള്ളച്ചിന് ഒന്നുണ്ട്. ശല്ലിട്ട് പിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് തളച്ച്. ദേഷ്യം ഉച്ചക്ക് ഇന്നത്തൊക്കെ കയറി വേണമുണ്ട്. എനിക്ക് വേറൊന്നും അറിയില്ല. തള്ളാണ് മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത്ര ശല്യമായിട്ട് പുറത്ത് വിടുന്നത് എനിക്ക് മര്യാദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ദേഷ്യം കണ്ടിട്ടാണ് ഇത്ര ശല്യമായിട്ട് പുറത്ത് വിടുന്നുണ്ട്. ശബ്ദം പിടിച്ചിട്ടല്ല കച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കും. ചുട്ടി വെച്ച് തള്ളമണ്ടടിച്ച് പിടിക്കാൻ എന്നെ മാത്രം തളച്ച് കയറാറില്ല. എന്നറിയില്ല. ദേഷ്യത്തിൽ അറിയുന്ന തള്ള. തലത്തേക്ക് ശബ്ദമല്ല. അപ്പം ഇങ്ങനെ ചെയ്യും. ചെയ്യാനില്ല. കുറേ സമയം തന്നോണ്ട് തൊളിക്കും ഗൈസ്. എൻ്റെ പിന്നാളെ വന്നുകൊണ്ട് ദേഷ്യം വന്നുണ്ട്. തളച്ച് ഇങ്ങനെ പിന്നാളെന്ന് വന്നില്ലെങ്കിൽ എമ്പടുന്നു ഇഷ്ടപ്പെട്ടു. പിന്നാലെ വെള്ളമുണ്ട വൈകുന്ന പ്രശ്നമാണ്. ഗൈസ്, ഞാൻ കോബർ എവിടേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് തള്ളച്ചി കാണണം. ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ റൂമിനകത്ത് ഇല്ല നോക്കിയിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ഗൈസ് നോക്കൊന്നും കാണുന്നില്ലല്ലോ. സത്യം പണ്ട് കോബറിനത് ഇവിടേക്ക് ഇട്ട് ഫിഷ് എടുത്തിട്ട് കോബറെങ്ങനെ നോക്കുന്നത്. ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ എടുക്കുന്നു. ഞാൻ കോബർ എവിടെ ഡ്രോപ്പ് ചെയ്തിട്ടെന്ന് ഓർമ്മയുണ്ട്. എവിടെ ഇട്ടെന്ന് അറിയില്ല. ഞാൻ ഒന്നുകൂടി ചെക്ക് കിട്ടും ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ നോക്കിയിട്ടൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ അല്ല ഇട്ടത്. ആ ഫിഷൊക്കെ ബോബിലെ പോണം ഗൈസ്.
സംഭവിക്കുന്നത്. പക്ഷെ ഒന്നുണ്ട് തള്ളിച്ചാടിന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. കുറേ സമയം തള്ളിച്ച് കാണും അയന്മാരുടെ തള്ളിച്ച് കഴിയും. വേറൊന്നും അറിയില്ല. വേറൊന്നും എവിടെ പോയി കിടക്കുക? ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കുന്നു. എവിടെ ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കുന്നു ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. കടലിച്ച് ഇതൊക്കെ തുറന്നിട്ട് ദേഷ്യപ്പിക്കട്ടെ. മിക്കറ ഫിഷസ് സ്ഥലത്തടിക്കുന്നതാണ് ഡ്രോപ്പ് ചെയ്ത കേസ്. മുകളിൽ പോകണം. തളച്ച് മുകളിലെ വാസം. മുകളിൽ കൂടുതൽ സമയം ഇവളുടെ വാസം. കഥയൊക്കെ തുറന്നിരിക്കുന്നു. തളച്ച് എന്തപ്പോ വേണ്ട പോത്തല്ലേ. എനിക്ക് പേടിയാണ്. കോബർ എവിടെ കൊണ്ടിട്ടിരിക്കും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. ഗൈസ് സത്യം പറഞ്ഞാൽ കോബർ എവിടെ ഡ്രോപ്പ് ചെയ്ത കോബറിന് ഞാൻ വൈകുന്നേരം എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. എന്ത് കഷ്ടം ഇതല്ലച്ചിക്കാണ് നിങ്ങൾ സംഭവിച്ച. ആ കോബർ എവിടെ ഇട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. 8 പണി കിട്ടിയിരിക്കുക ഗൈസ്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കോബർ എവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തതെന്ന്. ഇവിടെ നിന്നാണ് എടുത്തിട്ട് പോയിട്ട് ഓർമ്മ ഗൈസ്. അതെവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഞാനെങ്ങനെ രക്ഷപ്പെടും? ഈശ്വരുന്നു. ഇവിടെ എവിടെയായിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ഗൈസ്. പക്ഷെ ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഇവിടെ കുപ്പി എടുക്കണം ഗൈസ്. കുപ്പി തലച്ചെന്തിനാണ് കുപ്പിയൊക്കെ ഇട്ടിരിക്കുന്ന? ഗൈസ് കോബറിങ്ങനെ അവിടെ ഇട്ടുകയാണെങ്കിൽ ഇവിടെ ഇട്ടുകയാണെങ്കിൽ ഇവിടെ ഇട്ടിട്ട് ഓർമ്മയില്ല ഗൈസ്. എനിക്ക് ഇത് സ്റ്റെപ്പ് നടത്താൻ ആഗ്രഹം. ഈ കോബർ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടില്ല ഗൈസ്. കഷ്ടമായി. രക്ഷപ്പെടാകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരും. സുഖമില്ലല്ലോ. കാണണം ഇങ്ങനത്തെ സംഭവിക്കുന്നത്. പിന്നെ കോബർ വേണ്ടെന്ന് തോന്നുന്നല്ലേ ഗൈസ്. പറ്റുന്നില്ല ഗൈസ്. കോബർ വെള്ളത്തിൽ കയറി ഞാൻ പോകട്ടെ. തള്ളിങ്ങനെ ഇന്നത്തേക്ക് ഞാൻ കയറി വിടുന്നത് അമ്മ. അവൻ പോകുന്നില്ല ഗൈസ്. തള്ള അങ്ങോട്ടേക്ക് വിടുള്ളൂ. കോബർ കിട്ടി ഗൈസ്. കോബർ കിട്ടി ഗൈസ്. ഗൈസ് എനിക്ക് ഓർമ്മ കിട്ടിയില്ല ഗൈസ്. ഞാൻ അവിടേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടൊന്ന്. അത് മെയിൻ പ്രശ്നമായിട്ട് ഗൈസ്. നമുക്ക് ഓർമ്മ കിട്ടില്ല. മുതലിനെ പൊട്ടിക്ക്.
തളച്ചിട്ട് ബോംബെടുത്ത് ശല്ലിട്ട് ഈ തള്ള വന്നുകൊണ്ടിങ്ങനെ ദേഷ്യപ്പെട്ടു. ഈ ശല്യം തള്ള അതിൻ്റെ പിന്നളം തോന്നുന്നു ശല്യമായിട്ട് തോന്നുന്നില്ല. തളിച്ചിങ്ങനെ ശിഷ്യനെ കൊടുക്കാൻ പോലീസ് തളിച്ച് ഭയങ്കര ശല്യത്തിന് തളിച്ചിങ്ങനെ ശിക്ഷ കൊടുക്കാൻ പോകും ഗൈസ്. തളിച്ച് ദിവസം തീയിടാൻ പോവാം. കാണിച്ചു കൊടുക്കാം. ഇത്ര ശല്യമായിട്ട് തള്ള പറയാൻ പാടില്ല. ശല്യത്തിലല്ലേ തളിച്ച് പറഞ്ഞ കുത്തിന്നുണ്ട് കാണിച്ചെടുത്തല്ലേ തള്ളിന്ന് ഇവനെ ദേവനെ ഇങ്ങോട്ട് പോയി. ഇവനെ ഞാൻ എനിക്ക് ശിക്ഷിക്കുന്നുണ്ട്. നീ എൻ്റെ പിന്നീട് ശല്യം വരാൻ തള്ളേ. ഇത് വാ തള്ളേ. വാ ഇങ്ങോട്ട് തെളിച്ച് തള്ള വാ തള്ളേ ഇങ്ങോട്ടേക്ക്. ദേവനെനിക്ക് തള്ള വാ തള്ളേ. കണ്ടില്ലേ തള്ള വരാതിരിക്കുന്നത്. നേരത്തെ ശല്യമായിട്ട് തളിച്ച് വന്നു തളിച്ചിന് വേഷം കിട്ടെ വരാതിരിക്കുന്നത്. തള്ളേ വാ തള്ള ഇങ്ങോട്ടേക്ക്. തള്ള ഇവിടെ ആ ഡയറി തള്ള വരാതിരുന്ന ഇങ്ങോട്ടേക്ക്. ഇപ്പോഴെങ്കിലും അവസരം കിട്ടുള്ളൂ. തളിച്ച് നമുക്ക് വെറുതെ വിടില്ല. ഓർത്ത് വെച്ച് തള്ള ഓർത്ത് വെച്ച് തളിച്ചിനെ വെറുതെ വിടണം. കിടന്നിട്ട അതെ ശല്യായിട്ട് ഇങ്ങനെ പിന്നണ വന്നിരിക്കും തള്ള. തള്ളിൽ അതിന് മാത്രം കൊള്ളുള്ളൂ. വേറെ എന്ത് കൊള്ളും? വേറെ ഒന്നും കൊള്ളില്ല. തള്ളെ കൊണ്ട് ശല്യമായിട്ട് വേണം മാത്രം കൊള്ളുള്ളൂ. വേറെ ഒന്നും കൊള്ളും തള്ളെ കൊണ്ട്. ദേഷ്യം ഉറപ്പ് തളിച്ചിട്ട് ഇനി എൻ്റെ ദേഷ്യം പിടിക്കുന്ന ഉറപ്പ് ഇട്ടില്ല. കാരണം പറഞ്ഞില്ല മഴയതിങ്ങനെ ഇവിടെ രക്ഷപ്പെടുത്ത സംഭവിച്ചോളന്നില്ല. ഇവരെ തള്ള രക്ഷപ്പെടുത്ത സംഭവിച്ചില്ല. തള്ള എവിടെയുള്ള ഗൈസ് ഈ തളിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയാണ് ദേഷ്യം. ഓ ഗൈസ് ഞാൻ തളിച്ച് ഞാൻ തളിച്ച് കണ്ട ഉള്ളില്ല. ഞാൻ എന്ത് ചെയ്യണം? തള്ള ശല്യാണ്. ൊക്കെയുണ്ട് ഗൈസ്. അന്നേരം ആ തീ വടി പിടിച്ച് വോയിസ് ഉണ്ടാക്കി ഡ്രോപ്പ് ചെയ്തിട്ട് അത് തളിച്ച് അവിടെ വന്നില്ല. കച്ചിട്ട് മറ്റു വശത്ത് നിന്നു ഭ്രാന്ത മൂത്ത ഭ്രാന്ത് തള്ള ദേശീയ തള്ള. അങ്ങനെ ഈ തള്ള തുടങ്ങിയിട്ട് എന്തൊരു പേശിപ്പെട്ട തള്ളത്തിന് തള്ളേ വായൊരു തള്ള. ലാസ്റ്റ് തള്ളച്ച് ഇവളെ യു സ്റ്റോപ്പിഡ് കൺട്രി സ്റ്റോപ്പിഡിറ്റി ഇവളൻ ഇവളെ തള്ളച്ച് മുടിനെ തള്ളച്ച് ഉള്ളി കിടന്ന തള്ള. ശല്യം തളച്ച് വന്ന് എൻ്റെ ലൈഫ് കളത് തള്ള ഡിസേർവ് ചെയ്തല്ല ഇങ്ങനെ ആവാൻ. ശല്യം തള്ളനെ കണ്ടു ചെയ്ത് ഗൈസ്. ഓ തള്ള വാ തള്ളേ വാ വാ വാ. തള്ള വന്നല്ലേ കഴിഞ്ഞില്ല തള്ളേ. തള്ള തീ കൊണ്ട് ബോംബിട്ട് കിടക്കുന്നതാണ് തള്ള. അർഹതയുണ്ട് തള്ളയ്ക്ക് അങ്ങനെ ആവാൻ. ഡിസേർവ് തള്ളയ്ക്ക് അങ്ങനെ ആവാൻ. തീ ദേഹത്ത് കൊണ്ട് ബോംബിടാൻ ശല്യം തള്ള. ചുറ്റും സ്ഥലത്തിട്ട് അടുപ്പിന്ന് വെച്ച് ഗൈസ്. സ്റ്റോപ്പിനിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ദേഷ്യപ്പെടുക. തള്ളച്ചിന് വയറിങ് പുറത്തോട്ട് കൂട്ടിട്ടുണ്ട് ദേഷ്യം കൂട്ടിട്ടപ്പോൾ ദേഷ്യം എടുപ്പിക്കിട്ട് തളച്ച് ഓടണം കണ്ട കാണിക്കണേ. നേരെ തളച്ച് തുടങ്ങിയിട്ട് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സമ്മതിക്കണ്ടേ ഈ തള്ള. ചുറ്റി കാണടിക്കും
ചെയ്തോണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം. തലച്ചോട്ടം കൂടുതലേ മുതലാണ് എനിക്ക് ആ ഭയങ്കര പോകാനും പറ്റത്തില്ല. ഞാൻ ഈ മുതല നടത്തി കിടക്കുന്നത് നടന്ന് പോത്തുള്ള ആ സാധനം എടുക്കണം. മുതലൊക്കെ ഈ വസ്തുക്കൊണ്ട് പോയിട്ടുണ്ട്. ശല്യം കണ്ടില്ല, എന്നെ കണ്ടിട്ട് എൻ്റെ പുറകെ വന്നോണ്ടിരിക്കുന്നത് ശല്യം. കഷ്ടത്തെ ശല്യങ്ങൾ ഇവിടെ ഉള്ള ചെയ്യിപ്പിക്കാൻ സംഭവിക്കത്തില്ല. മുതല ശല്യം ചുണ്ടിക്കട്ട്. അയ്യോ ഈ മുതല പേടിപ്പിക്കണെന്ന് ഇനിയില്ല. അവിടുണ്ട് 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 ലാ. ഓ എന്താണ് നീ കാണാതിരിക്കുന്നത്? മരത്തിക്ക് കാണണ്ട. തള്ളച്ചി ശബ്ദം കണ്ട് എന്തെങ്കിലും ശബ്ദം ഇവിടെ കേട്ടിട്ട് തള്ളച്ചി ഭയങ്കര ശല്യമായിട്ട് ഉള്ളൂ. ഇല്ല ഭയങ്കര വോയിസൊന്നും ഒരു വോയിസും കേട്ടില്ലെങ്കിൽ തള്ളച്ചി ശല്യമായിട്ട് ഉള്ളൂ. വോയിസ് കേൾക്കുമ്പോൾ തള്ളച്ചി ഭയങ്കര ശല്യമായിട്ട് വന്നില്ല. രണ്ടെണ്ണം കണ്ടുപിടിച്ച് ഞാൻ 5 കൂടെ കിടക്കും. തളച്ചി ഓർഡർ എടുത്ത് തലമുട്ട അടിച്ച് പൊട്ടിച്ചു. ഭയങ്കരമായിട്ട് തളച്ചു. ഞാൻ ഇവിടെ എസ്കേപ്പ് ആവത്തില്ല. തള്ളച്ചിരി വിളിച്ചാണ്. തള്ളച്ചിയുടെ ആഗ്രഹം നടക്കില്ല. ഞാൻ ഇവിടെ നിന്ന് രക്ഷയോടൂ. ഇനി 2 കൂടെ കണ്ടുപിടിച്ചാൽ മതി. നാളാമത്തെ മറ്റേൻ്റെ ആവശ്യമില്ല. അങ്ങനെ കണ്ടുപിടിക്കും. നാളാമത്തെ ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. അങ്ങനെ കണ്ടുപിടിക്കാൻ പോവാം. 4-5 ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. ഈ ശബ്ദത്തിലേക്ക് തളച്ച് വരും. ശുണ്ടിക്കാൻ തന്നെ ഭയങ്കര ശല്യമാണ്. ശുണ്ടിങ്ങനെ തളച്ച് വരും. നാളെ കണ്ടുപിടിച്ചേ. ഞാൻ ഒന്നും കൂടെ കണ്ടുപിടിച്ചില്ല. ഒന്ന് മറ്റേ ഒരു കോഡ് അടിച്ചു കൊടുക്കണം. പിക്ചർ കോഡ് വെച്ച് ക്ലിക്ക് ചെയ്യണം. നമ്പേഴ്സ് പിക്ചർ അനുസരിച്ച് ആ നമ്പറിൻ്റെ അവസ്ഥ ക്ലിക്ക് ചെയ്യണം. അപ്പം ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കറക്റ്റായിട്ട് ഡേ ഡോറ് കറക്റ്റായിട്ട് സിമ്പിൾസ് കാണിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്പർ പാഡ് കറക്റ്റായിട്ട് ശരിയാക്കണം. തള്ളച്ച് വരലാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസമായിട്ട് തള്ളച്ച് വെള്ളം വിശ്വാസം തന്നിട്ട് തള്ളച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ വെള്ളം തോന്നുന്നില്ല. പണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തം അറിയില്ല ഈ തള്ളച്ച് നിൽക്കുന്നത്. കാമകം ഈ തള്ളച്ച്
ഇത് തണുച്ചപ്പോൾ എവിടെയാണ് ചിറക് സൂര്യൻ ഓക്കെ സൂര്യൻ ഡ്രസ്സ് മഞ്ഞുടുപ്പ് പാമ്പ് ചിറകിലുള്ളത് എന്ത് സാധനം കഥകളുള്ള സാധനം ഈ സാധനം ആ സാധനം മനുഷ്യൻ്റെ പേരൊന്നും നമുക്കറിയില്ല ചിറക് വെള്ളം പണപ്പെട്ടി ശബ്ദം കേട്ട് പണപ്പെട്ടിന് വന്നപ്പോ ഗൈസ് അതോടെ വണ്ടി ഡിക്കടിക്ക ശബ്ദം ഓക്കെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും ഗൈസ് ഗൈസ് ഇതനുസരിച്ചാണ് അടുക്കേണ്ടത് ഈ പിക്ചറിൽ പണപ്പെട്ടിയുണ്ട് വെള്ളമുണ്ട് ചിറകുണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള സാധനം പേരെന്താന്ന് അറിയില്ല പിന്നെ കഥകളുടെ സാധനമുണ്ട് കാൺമേഘമുണ്ട് സണ്ണുണ്ട് ഡ്രസ്സുണ്ട് പാമ്പുണ്ട് നോക്കട്ടെ ഏതൊക്കെ സിമ്പിളുള്ളതെന്ന് ആ സിമ്പിൾ അനുസരിച്ച് ഇന്ന ബോർഡ് നമ്പർ ഉണ്ടാവും ആ നമ്പർ വെച്ച് നോക്കിയാൽ മതി ആ പിക്ചർ കൊണ്ടിട്ട് അപ്പം പിന്നെ അത് തുറക്കാൻ പറ്റും അത് ഭയങ്കര എളുപ്പം ഗൈസ് ചെയ്യാൻ അത് പാടില്ല തളച്ച് ശല്യമായിട്ട് വരാത്തതുകൊണ്ട് എനിക്ക് നല്ല സമാധാനമുണ്ട് ഇവിടെ സണ്ണ് കഥക് പാമ്പ് ഡ്രസ്സ് ഇവിടെ സണ്ണ് കഥക് പാമ്പ് ഡ്രസ്സ് സണ്ണ് കഥക് പാമ്പ് ഡ്രസ്സ് 4 കാണിച്ചിട്ടുണ്ട് സണ്ണ് കഥക് പാമ്പ് ഡ്രസ്സ് ബെന്നീനെ കാണിച്ചിട്ടുണ്ട് കണ്ണ് പാമ്പ് കഥക് ഗൈസിനകത്ത് കറക്റ്റിട്ട് നോക്കട്ടെ ഒന്നുകൂടെ നോക്കട്ടെ ഇത് മെമ്മറിക്കട്ട് നന്നായിട്ടുണ്ട് ഓർഡർ തെറ്റിപ്പോൾ തുറക്കാൻ പറ്റില്ല ആദ്യത്തെ അടിക്കണം അങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ സണ്ണ് കഥക് പാമ്പ് ബെന്നി സണ്ണ് കഥക് പാമ്പ് ബെന്നി സൂര്യൻ കഥക് പാമ്പ് ബെന്നി സൂര്യൻ്റെ നമ്പർ എത്രയാ സൂര്യൻ 2 സൂര്യൻ കഥക് സൂര്യൻ 2 കഥക് സൂര്യൻ 2 കഥക് 9 2 9 പാമ്പ് 2 9 പാമ്പ് 4 2 9 4 ഡ്രസ്സ് 3 2 9 2 9 3 അല്ല 2 9 4 3 2 9 4 3 2 9 4 3 നേരെ മുതൽ ഇവിടെ കിടക്കുന്നത് 2 9 4 3 ഇത് കറക്റ്റ് കേസ് തൊട്ടിട്ട് തെറ്റിട്ടില്ല അയം ജീനിയൻസും കൂടെ തെറ്റിട്ടില്ല 2 9 4 3 അയ്യോ ഗൈസ്
ആ 2 കറക്റ്റ് 9 4 3 ഓപ്പൺ ഇറ്റ് പോക്കളുടെ സാധനമുള്ള കഴുത്തിൽ വെക്കണ ഗൈസ് 5 കണ്ടുപിടിക്കാനല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മുതലയുടെ കഴുത്തിൽ കൊണ്ട് സാധനം കൂട്ടിയിട്ടാണ് 5 ആണെന്ന് തോന്നുന്നു ഗൈസ്. ഈ സാധനത്തിന് കൂട്ടിയിട്ട് 5 ആയിട്ട് തോന്നുന്നില്ല, ഇതിനും കൂടെ കൂട്ടിയിട്ട് 5 5 പോകാൻ പറ്റും. മുതലിതിന് കുടുങ്ങും. ഞാൻ തുറക്കട്ടെ. ഞാൻ തലച്ച് സ്കൂളിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. തലച്ചിക്കനെ കൊല്ലാൻ പറ്റില്ല, അങ്ങനെയാണ് തലച്ചിക്കൻ. തുറന്നു If you like this gameplay, do like, share and subscribe to my YouTube channel. Bye guys.